രഹസ്യരേഖ പുറത്തേക്ക് പോയിട്ടില്ലെന്നും ചട്ടവും നടപടിക്രമങ്ങളും പാലിച്ചാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളെയും വളരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റാണ് ഇതെല്ലാം. വിനേഷ് കുമാർ ചേർന്നു. വിനേഷ്, എന്തായാലും ആ ധവളപത്രത്തിൽ പ്രതിപക്ഷം ഒരു ക്രമപ്രശ്നം കൊണ്ടുവന്നായിരുന്നു. സ്പീക്കർ അത് തള്ളി. ഇപ്പോൾ സഭയിൽ ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടക്കുന്ന ചർച്ച എന്താണ് വിനേഷ്? ഹാഷ്മി, ധവളപത്രം മേശപ്പുറത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ വലിയ വിവാദങ്ങളുണ്ടായി, വാക്പോരുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോര് അതിൻ്റെ ഏറ്റവും പീക്ക് ഒരു ഘട്ടത്തിലേക്ക് കടന്നത് നമ്മൾ കണ്ടതാണ്. ഉടനെ സ്പീക്കർ ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ആദ്യം ധവളപത്രം മേശപ്പുറത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷം ആണ് പറഞ്ഞു ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം ഇതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. അത് നഷ്ടപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ രഹസ്യാത്മക സ്വഭാവം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇത് തയ്യാറാക്കിയതെന്ന് ഉൾപ്പെടെയുള്ള വാദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം KN ബാലഗോപാലായിരുന്നു ആദ്യം ഇതിനുള്ള മറുപടിയുമായി വന്നത്. അതിനുശേഷം പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അത് തന്നെ പറഞ്ഞു. അതായത് കഴിഞ്ഞ കാലങ്ങളിലുള്ളതെല്ലാം പബ്ലിക് ഡോക്യുമെൻ്റാണ്, പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്, ഇത് മാത്രമാണ് യഥാർത്ഥ ധവളപത്രം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ തുടങ്ങുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ഇതിന് കൃത്യമായി തന്നെ മറുപടി നൽകി. കാരണം ഇതിൽ ഓരോ ഘട്ടങ്ങളും അതിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും എല്ലാം കൃത്യമായി തന്നെ വളരെ വിദഗ്ധമായ ഒരു സമിതിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധരാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. KM ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു 3 അംഗ സമിതി വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ഒരിക്കലും ഒരു പബ്ലിക്കായി ഇത് പോയിട്ടില്ല. ഇത് കഴിഞ്ഞ കാലങ്ങളിലെ ബജറ്റിലുള്ള നിർദ്ദേശങ്ങളും അതുപോലത്തുള്ള സാമ്പത്തിക കണക്കുകളും എല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധവളപത്രം തയ്യാറാക്കിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ VD സതീശൻ പറഞ്ഞു. പിന്നീട് ഇത് ചർച്ചകൾ വീണ്ടും പോകുന്നു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു, KN ബാലഗോപാലിലേക്ക് എത്തുന്നു. ഇങ്ങനെ മാറി വാക്പോര് ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് സ്പീക്കറുടെ ഇടപെടലുണ്ടാകുന്നത്. സ്പീക്കർ ഉടൻ തന്നെ പറയുന്നു എത്രയും പെട്ടെന്ന് ആ ധവളപത്രം പെട്ടെന്ന് മേശപ്പുറത്ത് വെക്കാൻ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകുന്നു. മുഖ്യമന്ത്രി ധവളപത്രം മേശപ്പുറത്ത് വെച്ചതിന് ശേഷമാണ് പിന്നീട് മറ്റുള്ള ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോയത്. എന്തായാലും ഇതിൻ്റെ സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ചും കേരളം ഇന്ന് നേരിടുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും എല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ ധവളപത്രത്തിലുണ്ട്. ഹാഷ്മി. ഓക്കെ, ദിനേഷ് കുമാറാണ് സഭയിൽ നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. എന്തായാലും പുതിയ സർക്കാരിന് മുന്നിൽ കടബാധ്യതയുടെ മാരകമായ ഭാരമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ടേക്ക് അവേ. രണ്ടാമത്തേത് പക്ഷേ ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്നുകൂടി പറയുന്നു. അതേസമയം 6000 ചില്ലുവാനം കോടി രൂപ LDF സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ ട്രഷറിയിൽ ബാക്കിയുണ്ടായിരുന്നു. അത് പിന്നീട് ക്ഷയിച്ചു വന്നെങ്കിലും എന്നുകൂടി അത് ധവളപത്രത്തിൽ പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.